ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ പേരോട് ചോദിച്ചു എങ്ങനെയാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആക്കുന്നത്, ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നത്, റീസൈസ് ചെയ്യുന്നത്, ഡ്രോപ്പ് ചെയ്യുന്നതൊക്കെ എളുപ്പ വഴിയില്ല. ഓക്കെ, എന്നിട്ട് KSMC പറയുന്ന ഡയമെൻഷനിലോട്ട് എങ്ങനെ ആക്കാമെന്നുള്ളത് നമ്മൾ പറയുന്ന ABയിലോട്ടൊക്കെ. അപ്പം അതിന് ഫസ്റ്റ് ഞാനൊരു ഫോട്ടോ എടുത്ത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ അതിന് നമ്മൾ പോകുന്നത് ഫേസ്റ്റ് ഫോട്ടോ എന്ന് പറയുന്നൊരു വെബ്സൈറ്റിലോട്ടാണ്. അത് ഓൺലൈനാണ്, ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാം. ആദ്യം അതിലോട്ട് പോകുന്നു, എടുക്കുന്നു, എന്നിട്ട് ക്രിയേറ്റ് യുവർ ഫോട്ടോ കൊടുക്കുന്നു. പാസ്പോർട്ട് സൈസിൽ നമുക്ക് ആക്കിയിട്ട് അതിന് നമ്മൾ സെലക്ട് ഇമേജ് എടുക്കുന്നു. സെലക്ട് ഇമേജ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഫയൽ ഇമേജ് ഏതാണ് നമുക്ക് വേണ്ടത് എടുക്കുക. അപ്പം ഞാൻ ആദ്യം എടുക്കാൻ പോകുന്നത് നമുക്ക് ഈ ഇമേജാണ് ഞാൻ ഇപ്പം പാസ്പോർട്ട് സൈസ് ആക്കുന്നത് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പം ഏകദേശം ഇങ്ങനെ ഇതുണ്ട്, ഇതൊരു മുഖമല്ല, അതിൻ്റെ അകത്തോട്ട് ആക്കിയാൽ മതി. ഏകദേശം നമുക്ക് വലുപ്പം അറിയാമല്ലോ, ഏകദേശം എത്ര വേണ്ടി വരും എന്നുള്ളത്. ഇത് ഇച്ചിരി കൂടുതലാണ്. ഇത് എത്ര ഏകദേശം പാസ്പോർട്ട് സൈസ് ഫോട്ടോയ്ക്ക് വേണ്ടി വരും. ഇതിപ്പം വേണ്ട ഇച്ചിരി കൂടുതലാണ്, ചൂടെ സ്കൂൾ ചെയ്യും. നിങ്ങൾ ലാപ്ടോപ്പിൽ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. ഇപ്പം ഞാൻ മൊബൈലിൽ കാണിച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആക്കി എന്നിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടിക്കും. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാസ്പോർട്ട് സൈസ് ഇമേജ് പോലെ വരും. അങ്ങനെയാണല്ലോ കംപ്ലീറ്റ് കൊടുക്കും. കംപ്ലീറ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിന് അങ്ങനെ ഒരു കംപ്ലീറ്റ് ആക്കി ഒരു ഇമേജ് ആക്കി തരും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ കംപ്ലീറ്റ് ആയി. നമുക്കിനി അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്തെടുത്തു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എന്താ നോക്കുന്നത് വെച്ചാൽ എങ്ങനെയാണ് ഈ നമ്മളിപ്പം ചെയ്ത ഫോട്ടോ ഒരു ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നത്. ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ വേണ്ടി ഞാൻ സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് റിമൂവ്. അപ്പം നമുക്കിവിടെ ചെയ്യാനുള്ള സാധനമാണ് ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആവശ്യമുള്ള സാധനം ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് ഇപ്പം ഇങ്ങനെ ഒരു സൈറ്റ് വരും, അപ്ലോഡ് ഇമേജ് കൊടുക്കുക. നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത് ഇതാണ്, ഈ സാധനം ഡൺ കൊടുക്കുക. എന്നിട്ട് അപ്ലോഡ് ആയി കഴിയുമ്പോഴത്തേക്കിന് ചേഞ്ച് ഇമേജ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ചേഞ്ച് ഇമേജ് ആണെങ്കിൽ വേറെ ചെയ്യാം. പിന്നെ ഇതാണ് നമ്മുടെ ഇമേജ്, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിന് നമ്മൾ പിന്നെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമല്ലോ. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആക്കേണ്ടത് വൈറ്റ് ആണ്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണം, വൈറ്റ് ആക്കണം. അപ്പം വൈറ്റ് ആയി. വൈറ്റ് ആയി കഴിയുമ്പോഴത്തേക്കിന് നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. അപ്പം ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇരിക്കും, ഏകദേശം വൈറ്റ് ആയി ഉണ്ടോ. ഓക്കെ അല്ലേ? നമ്മളിത് എങ്ങനെ അവർ പറയുന്ന ഡയമെൻഷനിലോട്ട് എടുത്ത് മാറ്റാൻ നോക്കുന്നത്. KSMC പറയുന്നത് അത് 180 ഇൻറ്റു വിഡ്ത്ത് 180, ഹൈറ്റ് 200 പിക്സലിലോട്ട് ചേഞ്ച് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളതെങ്ങനെ ചേഞ്ച് ചെയ്യാം, അതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു സൈറ്റാണ് ഇമേജ് IMG2 Go. ഓക്കെ, അപ്പം ഇതെടുക്കുന്നു. ഇതിൽ നമുക്ക് ഇവിടെ തന്നെ കാണും ഓപ്ഷൻസ്. ഇപ്പോൾ റീസൈസ് ഇമേജ് ഫയൽസ് ഓൺലൈൻ എന്ന് പറഞ്ഞാണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസിലൂടെ നമ്മൾ ചെല്ലും. ഡൗൺലോഡ് ഉണ്ടോ, ചൂസ് ഫയൽ, ഇങ്ങനെ. ഇപ്പോൾ റീസൈസ് ബൈ പിക്സൽ ഇതാണ് നമുക്ക് വേണ്ടത്. റീസൈസ് ബൈ പെർസെൻറ്റേജ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ JPG ഫോർമാറ്റിലോട്ട് മാറ്റാൻ വേണ്ടി അതിന് നമ്മളവിടെ PNG മാറ്റിയിട്ട് JPG ആക്കുക. എന്നിട്ട് നമുക്ക് ഏത് ഫോട്ടോ ആണോ അപ്ലോഡ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. നമുക്ക് എനിക്ക് എടുക്കേണ്ടത് ഇതാണ്, ഡൗൺലോഡിൻ്റെ അകത്തുനിന്ന് ഇതാണ് നമ്മളിപ്പം കൺവേർട്ട് ചെയ്ത ഫോട്ടോ. അപ്പോൾ അതെടുക്കുന്നു, അപ്ലോഡ് ആകുന്നു. 36.93 KB ആണ്. അത് നമ്മളിവിടെ ഡയമെൻഷൻ അടിച്ചു കൊടുക്കുക. വിഡ്ത്ത് എന്ന് പറയുന്നത് 180 എന്ന് പറയുന്നത് 200. ഓക്കെ, ഇതാണ് സാധനം, ഇതാണ് നമുക്ക് വേണ്ടത്. ഇത്ര അടിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ഒന്നും അടിക്കണ്ട. ഇത് സെലക്ട് ചെയ്യാൻ മറക്കരുത്. ഇത് പിക്സൽ കഴിഞ്ഞിട്ട് ഇത് JPG ആക്കിയിട്ട് സ്റ്റാർട്ട് കൊടുക്കും. അപ്പം അത് തന്നെ പ്രോസസ്സ് ചെയ്ത് ഒരു ഇമേജ് നമുക്ക് തരും. അപ്പം അത് നമ്മൾ ഇവിടെ ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് ആ ഇമേജ് നോക്കാം.
ഉണ്ടല്ലേ, ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇത് അപ്ലോഡ് ആകുമെന്നാണ് അതിൻ്റെ സൈസും കുറഞ്ഞിട്ടുണ്ട്, 7.26 KB ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക. ഇതുപോലെ തന്നെയാണ് നമ്മുടെ സിഗ്നേച്ചറും ചെയ്യേണ്ടത്. ഓക്കെ, സിഗ്നേച്ചർ ചെയ്യുമ്പം ഇതുപോലെ തന്നെ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള സൈസ് എടുക്കുന്നു. വിഡ്ത്ത് എന്ന് പറയുന്നത് 180, ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 100 പിക്സൽ. ഓക്കെ, അതടിച്ചിട്ട് സെലക്ട് ചെയ്യുക, JPG ആക്കുക, കൊടുക്കുക, അത്രേ ഉള്ളൂ. Wow.